ഹലോ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സ്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യയിൽ ഒരു ഫുട്ബോൾ ഫ്രണ്ട്ലി മാച്ച് ഉണ്ട് കേട്ടോ. അതിന്റെ പ്ലാനിങ് ആയിട്ട് ഈ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരും 3 ഭാഷ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഈ കാഴ്ച ഞാൻ കണ്ടത്. പ്രായം എത്രയായാലും എന്തായാലും ഒരു സ്നേഹം, ഇതേപോലെ മരണം വരെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള ആൾ ഇതിന്റെ അടിയിലായിട്ട് മെൻഷൻ ആയിക്കോട്ടോ. അങ്ങനെ പ്ലാനിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാറ് ബുക്ക് ചെയ്ത് കോന്താബാരിയുടെ പോട്ടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങൾ കാറ് കയറി ഇരുന്നത് ഓർമ്മയുള്ളൂ കേട്ടോ. അല്ല റോക്കറ്റ് കൊണ്ട് പോകണമായിരിക്കാണ് ആൾ കാറുകൊണ്ട് പോകണത്. അങ്ങനെ ഞങ്ങൾ കാറിന്ന് ഇറങ്ങിയിട്ട് ജീവൻ ചിരിച്ചിട്ട് സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ അടുത്ത മാച്ച് മാഷറിൽ വെച്ചിട്ടായനെ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സെക്കൻഡ് ഹാൻഡ് ഐഫോണിന്റെ റേറ്റ് നോക്കാനാണ് കേട്ടോ. പിന്നെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആ മോഹം അങ്ങോട്ട് ഉപയോഗിച്ച് നമ്മൾ അടുത്ത മാച്ചിനുള്ള ബൂട്ട് എടുക്കാൻ വേണ്ടി മാച്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരുത്ത മൊബൈൽ ഷോപ്പൊക്കെ തുറന്നിട്ടിട്ട് കടന്നുറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചേരം അതിനൊക്കെ ഒന്ന് കറങ്ങി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സെക്യൂരിറ്റി വരെ കടന്നുറങ്ങണം. സത്യം പറഞ്ഞ ഇങ്ങനത്തെ ജോലിയൊക്കെ മലേഷ്യയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനത്തെ ജോലിക്കൊക്കെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ. ഞങ്ങൾ 2-3 ചെറുപ്പക്കാരുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ മേച്ച് നടക്കാൻ പോണ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഫുള്ള് കറങ്ങി കണ്ടു. മലേഷ്യയിൽ ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേഡിയത്തിന്റെ ഉള്ളിലൊക്കെ കയറുന്നു. പിന്നെ ഈ സ്റ്റേഡിയത്തിലും നല്ലോട്ടോ ഞങ്ങളെ കളി നടക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ തന്നെ കാരണം മലേഷ്യയിലുള്ള ഒരു മലയാളി ഡോക്ടർ ആട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവരെക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണെന്ന്. അങ്ങനെ കിട്ടിയ നമുക്ക് ഈ ഡോക്ടർ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങളെ മാച്ച് നടക്കാൻ പോകുന്നത്. പിന്നെ നല്ല വിഷപ്പുണ്ടാകുന്ന കാരണം ഞങ്ങൾ നേരെ പോയിട്ട് ഒരു മലേഷ്യ ഊണ് അങ്ങോട്ട് കഴിച്ചു. നമ്മൾ ഈ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ പോകുന്നത് ഒരു മലേഷ്യൻ ടീമിന്റെ ഒപ്പം. പിന്നെ ഈ മാച്ചിനെ കുറിച്ച് അറിയാനും ഞങ്ങളെ കുറിച്ച് അറിയാനും ഫോളോ ചെയ്ത് വെച്ചോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.